കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. വേണുമാമ വിചാരിച്ചത് നിൽക്കാതെയായി. ഞങ്ങൾ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ മണത്തറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. എല്ലാം പപ്പിയോട് പറഞ്ഞ് യാത്ര പറയാനാണ് ഞാൻ വിളിച്ചത്. നേർത്തൊരു നടുക്കം പത്മപ്രിയയിലുണ്ടായി. നിങ്ങളുടെ വിവാഹത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഒരു തടസ്സമായി ഞാനോ എന്റെ മോളോ വരില്ല. മനസ്സുകൊണ്ട് പോലും പപ്പിയെ ഞാൻ ശപിക്കില്ല. കാരണം അതിന്റെ ഫലമേൽക്കുന്നത് എന്റെ ചന്ദ്രേട്ടനാണ്. മീര മെല്ലെ എഴുന്നേറ്റു. തുറന്നു കിടന്ന ജനലിനടുത്ത് ചെന്നവൾ നിന്നു. പത്മപ്രിയ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ചെന്നു. പപ്പിയെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. പപ്പിയുടെ സാന്നിധ്യമാണ് ചന്ദ്രേട്ടന്റെ മനസ്സിൽ ഞാനും മോളും ഒരു ചലനവും സൃഷ്ടിക്കാതെ പോയത്. മോള് ചന്ദ്രേട്ടന്റെ ഒരു ശല്യമായി തീരുകയായിരുന്നു. പപ്പിയോടുള്ള സ്നേഹത്തിന് ഞങ്ങൾ വിലങ്ങുതടിയായി തീരുമെന്ന ഭയാശങ്കയാണ് തുടക്കം മുതൽ ചന്ദ്രേട്ടന്റെ മനസ്സിലുണ്ടായത്.